പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹോം സയൻസ് കോഡ് നമ്പർ 321 ന്യൂ സിലബസ് അനുസരിച്ചുള്ള 13ാമത്തെ ചാപ്റ്ററാണ് ഇൻകം മാനേജ്മെന്റ്, വരുമാന നിർവഹണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയത്. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനെ 3 വീഡിയോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ 2 വീഡിയോ, 1 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോസിലാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുമോ, മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വളരെ എളുപ്പം. നമ്മുടെ ഗൈഡിലും ഇങ്ങനെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളുടെയും ഗൈഡുകൾ അവൈലബിൾ ആണ്. ഗൈഡ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ നമ്മളവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു കൊടുക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഡിഫൈൻ മണി ഇൻകം ആൻഡ് ഫാമിലി ഇൻകം. എന്താണ് മണി ഇൻകം, ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? മണി ഇൻകം എന്ന് പറഞ്ഞാൽ പണവരുമാനം. നമ്മുടെ കൈകളിലൂടെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് പണം എന്ന് പറയുന്നത്. ജോലിയിൽ നിന്നും, വാടകയിൽ നിന്നും, ബാങ്ക് നിക്ഷേപയുടെ പലിശയിൽ നിന്നും, കുടിൽ വ്യവസായങ്ങളിൽ എല്ലാം നമുക്ക് പണം സ്വരൂപിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈകളിലൂടെ പാസ് ചെയ്യുന്ന പണത്തിൻ്റെ രൂപത്തിലുള്ള മൂല്യമുള്ള വസ്തുവാണ് ഈ പണം എന്ന് പറയുന്നത്. അപ്പോൾ പല രീതിയിൽ നമ്മൾ ജോലി ചെയ്തതാകാം, ബാങ്കിൽ നിന്ന് കിട്ടുന്നതാകാം, വ്യവസായികളിൽ നിന്നാകാം, കൃഷികളിൽ നിന്നാകാം, ബിസിനസ് നിന്നാകാം, അതൊക്കെ ഇതാണ്. ഇന്ന് ഫാമിലി ഇൻകം എന്ന് പറയുന്നത് കുടുംബ വരുമാനം. ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ ലഭ്യമായ പണമാണ് ഫാമിലി ഇൻകം. സാധന സേവനങ്ങൾ എന്നിവ അടങ്ങിയതാണ് ഫാമിലി ഇൻകം. കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇൻകമാണ് ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് റിയൽ ഇൻകം? എന്താണ് യഥാർത്ഥ വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം മുഴുവനായും ആസ്വദിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും യഥാർത്ഥ വരുമാനം, അതായത് താമസിക്കുന്ന വീട്, ഉപയോഗിക്കുന്ന വാഹനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ നമ്മുടെ കൃഷിത്തോട്ടം, നമുക്ക് ധാരാളം പച്ചക്കറികൾ തരുന്നുണ്ട്, ഉപകരണങ്ങളിൽ ഞാൻ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനമാണ് എന്ന് പറയുന്നത് യഥാർത്ഥ ഇൻകം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്? എന്താണ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്നാണ്. നീഡ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. നമ്മൾ പൂർത്തീകരിക്കേണ്ട പോരായ്മകളാണ് ആവശ്യങ്ങൾ. ഉദാഹരണത്തിന് നല്ല ആരോഗ്യം ലഭിക്കാനായി ആഹാരം കഴിക്കണം, ശരീരത്തെ സംരക്ഷിക്കാൻ വസ്ത്രവും പാർപ്പിടം വേണം. അതുകൊണ്ട് തന്നെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ നമ്മുടെ ആവശ്യങ്ങളാണ്. എന്നാൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യങ്ങളെ പൂർത്തീകരിച്ചാൽ ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ജീവിക്കാൻ ഇത്തരം ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമല്ല, എന്നാലും അവ നേടിയെടുക്കാനായി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഡിഫൈൻ എക്സ്പെൻഡിച്ചർ. എന്താണ് ചെലവ്? കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് ചെലവഴിക്കുന്ന പണമാണ് ചെലവ്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് ചെലവഴിക്കുന്നതാണ് എന്ന് പറയുന്നത് ചെലവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് സാധനങ്ങളും സേവനങ്ങളും? നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലേ, അത് നമുക്ക് കൊണ്ടുപോകാനും ടച്ച് ചെയ്യാനും സ്പർശിക്കാനൊക്കെ കഴിയും. നമുക്ക് കഴിക്കാവുന്ന ആഹാരമാണ്, ധരിക്കാനുള്ള വസ്ത്രമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലെ ഫർണിച്ചർ, ഇതൊക്കെ സാധനങ്ങളാണ്. സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല, അത് ആസ്വദിക്കാനേ പറ്റുള്ളൂ. ജീവിതം സുഖകരമാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നവയാണ് സേവനങ്ങൾ.
വാസസ്ഥലത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി, ജലസൗകര്യങ്ങൾ, പൊതുഗതാഗതം, ഇതൊക്കെ സേവനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യമാണ് ഡിസ്ക്രൈബ് ദി വേരിയസ് ഗൈഡ്ലൈൻ ഫോർ പ്രിപ്പയറിംഗ് എക്സ്പെൻഡിച്ചർ പ്ലാൻ. ചെലവുകളുടെ ആസൂത്രണം തയ്യാറാക്കാൻ വേണ്ടി സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ എന്താണ്? ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഞാൻ ചെലവുകളെ കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു. പണത്തെ ന്യായമായി ചെലവഴിക്കുന്നത് അത് നമ്മെ സഹായിക്കും. അത്തരത്തിലുള്ള ചെലവുകളെ ആസൂത്രണം ചെയ്യുന്നതിനായി പല കാര്യങ്ങളും പരിഗണിക്കേണ്ടത്. നമുക്ക് ലഭിക്കുന്ന പണത്തെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ഗതാഗതം, വിനോദം, നിക്ഷേപം എന്നിങ്ങനെ വിവിധ ചെലവുകളായി തരംതിരിക്കാം. മേൽ പറഞ്ഞതിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടത്തൊക്കെ പ്രാഥമികമാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ബാക്കിയൊക്കെ ദ്വിതീയമാണ്. അതിനാൽ പ്രാഥമിക ആവശ്യത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ വസ്ത്രം, ഭക്ഷണം, അതൊക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിഗണന നൽകുന്നത്. പ്രധാന ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മൾ പണം ചെലവഴിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നീടാണ് നമ്മൾ കാറും തോട്ടങ്ങളും എസ്റ്റേറ്റുകളൊക്കെ പിന്നെ ആവശ്യങ്ങളാണ്. പ്രാഥമിക ദ്വിതീയ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി ശ്രമിക്കാം. ജീവിതത്തെ സുഖകരമാകുന്ന ആഗ്രഹങ്ങളായിരിക്കണം അവ. ആഡംബരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഫ്രിഡ്ജ്, AC, വാഹനങ്ങൾ, ഇത്തരം ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഭാവി ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാം. അതിനു വേണ്ടി വരുമാനത്തെ മാറ്റിവെക്കണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യമാണ് ഡിഫൈൻ ഇൻകം മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ പ്രോസസ് ആണ്. എന്താണ് വരുമാന നിർവഹണം, അതിൻ്റെ വിവിധ പ്രക്രിയകൾ എന്താണ്? കുടുംബ വരുമാനത്തിന്റെ ആസൂത്രിതവും നിയന്ത്രിതവുമായ ഉപയോഗത്തെയാണ് വരുമാന നിർവഹണം എന്ന് പറയുന്നത്. അതിന്റെ പ്രക്രിയകൾ എന്ന് പറഞ്ഞാൽ കുടുംബ വരുമാനത്തിന്റെ ഉപയോഗത്തെ ആസൂത്രണം ചെയ്യുക, 2 കുടുംബ വരുമാനത്തിന്റെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നതാണ്. അത് പണത്തെ പാഴാക്കാൻ സൂക്ഷിക്കുക, ചെലവ് നിയന്ത്രിക്കാനായി സമയം, ഊർജം, കഴിവ് ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്തത് റൈറ്റ് അബൌട്ട് ദി അഡ്വാൻറ്റേജസ് ഓഫ് മെയിൻറ്റെയിനിങ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. വരുമാനത്തിന്റെയും ചെലവിന്റെയും കണക്കുകൾ സൂക്ഷിക്കുന്നതിനുള്ള നേട്ടങ്ങൾ എന്തെല്ലാം, എത്രത്തോളം എന്തിനെല്ലാം പണം ചെലവഴിക്കുന്നു എന്ന് അറിയുന്നതും ചെലവുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അനാവശ്യ ചെലവുകളെ തിരിച്ചറിയാനാവും. വിവിധ മാസങ്ങളിലെ ചെലവുകളെ താരതമ്യം ചെയ്യാനാവും. ഭാവിയിലേക്ക് വേണ്ടി വരുമാനം ആസൂത്രണം ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് സപ്ലിമെന്റിംഗ് ഫാമിലി ഇൻകം. അനലൈസ് ദി വേ ഓഫ് സപ്ലിമെന്റിംഗ്. വരുമാനം വർദ്ധിപ്പിക്കുക എന്നാൽ എന്താണ്, അതിന്റെ വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? കുടുംബത്തിന്റെ സാധാരണ വരുമാനത്തോടൊപ്പം മറ്റു വരുമാനത്തെ കൂട്ടിച്ചേർക്കലാണ് ഈ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സാധാരണ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടൊപ്പം മറ്റ് വരുമാന പ്രവർത്തനം കൂടി ആവിഷ്കരിക്കുക. പാർട്ട് ടൈം അല്ലേ, നമുക്കൊരു ജോലി ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഒരു അധ്യാപകനാണ്, കോളേജിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനാണ്, അയാൾക്ക് പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്യൂഷൻ